27 നക്ഷത്ര ജാതകരായിട്ടുള്ള ആളുകളുടെ 2026 വിഷുഫലം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ മകയിരം നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മകയിരത്തെ സംബന്ധിച്ച് വളരെയധികം നല്ല കാര്യങ്ങളാണ് ഈ വിഷുവർഷത്തിൽ നടക്കാനുള്ളത്. അതിൽ പ്രധാനമായും പറയാനുള്ളത് വിദേശയാത്രയ്ക്ക് യോഗമുള്ള ഒരു വർഷമാണ് മകയിര നക്ഷത്രത്തിന് ഈ വർഷം. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടാകാം, അല്ലെങ്കിൽ വിസിറ്റിങ്ങിനാകാം, അല്ലെങ്കിൽ ടൂറായിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലോ ആയിരിക്കാം. എന്തായാലും ഒരു വിദേശയാത്ര ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങളായാലും പുരുഷന്മാരായാലും അവർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷം. മകയിരം നക്ഷത്രക്കാരായ കമിതാക്കൾക്ക് ഈ വർഷം എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഇത്. കലാകാരന്മാരായ മകയിരം നക്ഷത്രക്കാർക്ക്, അതായത് കൂടുതലായും നൃത്തം, വാദ്യോപകരണങ്ങൾ ഇവ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം നല്ല രീതിയിലുള്ള പ്രശസ്തി ഈ വർഷം കൈവരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായും ആദ്യത്തെ 6 മാസത്തിന് ശേഷം മകയിര നക്ഷത്രക്കാർക്ക് വാഹന അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിട്ടുള്ള മകയിര നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ വർഷം പോകാൻ സാധിക്കും. കുടുംബപരമായി വളരെയധികം സമാധാനമുള്ള ഒരു നക്ഷത്രമാണ് മകയിര നക്ഷത്രം എങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളെ സംബന്ധിച്ച് വാക്തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള ഒരു കാലയളവാണ് ഈ 2026 വിഷുവർഷം. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു കാലയളവാണ് ഈ 2026 വിഷുവർഷം. മകയിര നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക് മധുരത്തിനോട് പ്രിയം കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ ശ്രമിക്കുക. ദോഷപരിഹാരാർത്ഥം മകയിര നക്ഷത്രക്കാർ ശിവഭഗവാനെ നന്നായി ഭജിക്കുക. തിങ്കളാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും വ്രതം അനുഷ്ഠിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വിവാഹം നടക്കുവാൻ മാത്രമല്ല, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് നന്നായിരിക്കും. ഭസ്മാഭിഷേകം, പനിനീരഭിഷേകം, പഞ്ചാമൃത അഭിഷേകം തുടങ്ങിയവ. അതുപോലെ തന്നെ നാരങ്ങയും വെറ്റിലയും ചേർന്ന മാല അമ്പലത്തിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിലാണെങ്കിലും സാരമില്ല, വീട്ടിൽ ചെയ്താലും കുഴപ്പമില്ല. അത് ഒരു പാക്കറ്റ് ഭസ്മം ആണെങ്കിൽ പോലും ഭഗവാനെ ധ്യാനിച്ച് വച്ചാൽ മതി. അത് തൊട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിരിക്കും. അടുത്തതായി വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊടിമരത്തിൻ്റെ മുൻപിൽ നിന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 21 പ്രാവശ്യം ജപിക്കുന്നത് വളരെയധികം ഉത്തമം ആണ്. അതുകഴിഞ്ഞ് 7 തവണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ച് അകത്ത് കയറി ഭഗവാനെ ദർശിച്ചാൽ വളരെയധികം ഗുണകരമായ ഒരു കാര്യമായിരിക്കും. ഇത്രയുമാണ് ദോഷപരിഹാരാർത്ഥം ചെയ്യാനുള്ളത്. എല്ലാ മകയിര നക്ഷത്രക്കാർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു.